അപ്പോൾ ഈ പറഞ്ഞ 12th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ നമ്മൾ സൊല്യൂഷൻസിലെ മോഡ്യൂൾ 6 വീഡിയോയിലേക്കാണ് പോകുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അതിൽ ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അല്ലാതെ വെറുതെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാറുണ്ട്. അത് തെറ്റുപറ്റരുത്. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് നോട്ട് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, but relative lowering of vapor pressure is a colligative property, and we are going to derive the equation. Usually these colligative property based ചെയ്തിട്ടുള്ള പ്രോബ്ലം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത്. ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് എടുക്കും. ആ സോൾവെന്റിലേക്ക് നമ്മൾ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്യും. പ്യുവർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം സൊല്യൂഷനാണ്. ഈ സൊല്യൂഷന് എന്തായാലും സോൾവെന്റിന്റെ അത്രയും വേപ്പർ പ്രഷർ കാണത്തില്ല. അപ്പൊ എന്താണ് വേപ്പർ പ്രഷർ എന്ന് പറയാൻ? ഇപ്പൊ എൻ്റെ കയ്യിൽ പെട്രോൾ മാത്രമേ ഉള്ളൂ. പെട്രോൾ ആണ് ഞാൻ എടുക്കുന്ന സോൾവെന്റ്. ആ പെട്രോൾ മാത്രം ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ അനുഭവപ്പെടുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എന്നാൽ ഈ പെട്രോളിന്റെ കൂടെ ഞാൻ കുറച്ച് വാട്ടർ ആഡ് ചെയ്യും, വളരെ ലിറ്റിൽ എമൗണ്ട് ഓഫ് വാട്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെരിമെന്റലി ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ദ മിക്സ്ചർ ഓഫ് പെട്രോൾ ആൻഡ് വാട്ടർ എന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആരെക്കാട്ടി കുറവായിരിക്കും? പെട്രോൾ മാത്രമുള്ള സിസ്റ്റത്തിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടി കുറവായിരിക്കും. ഓക്കെ, അഥവാ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എപ്പോഴും കൂടുതലായിരിക്കും. ആരെക്കാട്ടി? സൊല്യൂഷനെ കാട്ടി. ഒരു സോൾവെന്റ് പ്യുവർ ആണെന്ന് പറഞ്ഞാൽ അതിൽ സോൾവെന്റ് മാത്രമേ ഉള്ളൂ. ഒരു സോൾവെന്റ് ഇംപ്യൂർ ആണെന്ന് പറഞ്ഞാൽ അത് അപ്പോൾ എന്തായെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു സോൾവെന്റ് ഇംപ്യൂർ ആയെന്ന് വെച്ചാൽ അതിലേക്ക് ആരോ വന്ന് ആഡ് ആയി. അത് ആഡ് ചെയ്യുന്നതോടുകൂടി അവിടെ സൊല്യൂഷൻ ഉണ്ടായി. സൊല്യൂഷനിൽ ഒരാൾ സൊല്യൂട്ട് ആയിരിക്കും, ഒരാൾ സോൾവെന്റ് ആയിരിക്കും. കുറഞ്ഞ അളവിൽ കാണുന്ന ആളാണ് ആര്? സൊല്യൂട്ട്. കൂടുതൽ അളവിൽ കാണുന്നത് ആരാണ്? സോൾവെന്റ്. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് ഫാക്ട് ബേസ് ചെയ്താണ് നമ്മൾ ഇക്വേഷനിലേക്ക് പോകുന്നത്. നമ്മൾ റാവട്ട്സ് ലാ പ്രകാരം പഠിച്ചിട്ടുണ്ട് P1 ഈസ് ഈക്വൽ ടു P1 റൈസ് ടു 0 K1. അതിൽ ആരാ P1? P1 ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇനി P1 റൈസ് ടു 0 ആരാ? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് 1. K1 ആരാ? മോൾ ഫ്രാക്ഷൻ. അത് നിങ്ങൾക്ക് ആൾറെഡി അറിയാം, നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് തൊട്ട് കാണുന്നതാണ്. മോൾ ഫ്രാക്ഷൻ ഈസ് K1 മീൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ 1 റെസ്പോൺസ് ടു അല്ലെങ്കിൽ 1 മീൻസ് ഇറ്റ് കറസ്പോണ്ട്സ് ടു സോൾവെന്റ്. ഓക്കെ, ഇനി ഡിഫറൻസ് എടുക്കും. എപ്പോഴും ഡിഫറൻസ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറയും. വലിയ കൂടിയ വേപ്പർ പ്രഷർ ആർക്കാ ഉള്ളത്? പ്യുവർ സോൾവെന്റ്. സോ P1 റൈസ് ടു 0 മൈനസ് P1. ഈ P1 എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ആണ്. അതായത് സോൾവെന്റ് ഇംപ്യൂർ ആയി, അതുകൊണ്ടാണ് അവിടെ 1 ഇപ്പോഴും കിടക്കുന്നത്. വെറുതെ P1 മീൻസ് ഇറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ലെറ്റേഴ്സ് നമ്മൾ എഴുതുന്ന ഡെറിവേഷനിൽ എല്ലാ ലെറ്റേഴ്സും എപ്പോഴും നിങ്ങൾക്ക് നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റണം. അത് എപ്പോഴും ഡെറിവേഷൻ്റെ കൂടെ എഴുതിയും വെച്ചേക്കണം. എങ്കിലേ അത് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാനും പറ്റൂ. പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ഹാഫ് മാർക്ക് അതിന് ഗ്രാൻഡ് ചെയ്യാനും പറ്റൂ. ചിലപ്പോൾ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് നിങ്ങൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ വരുന്ന ഫസ്റ്റ് സൊല്യൂഷനുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിന് ചോദിക്കാം ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കൺസിഡർ എ ബൈനറി സിസ്റ്റം. ബൈനറി സിസ്റ്റത്തിൽ നമ്മൾ പ്യുവർ സോൾവെന്റ് എടുക്കുന്നു. വി ആൾവേസ് നോ ദാറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് ഈസ് ഹയർ ദാൻ ദി സൊല്യൂഷൻ. സോ we can write P1 is equal to, according to Raoult's law, P1 raised to 0 K1, and the difference in pressure, the difference in vapor pressure is delta P. ആ delta P നെ നമ്മൾ technically we are calling it lowering of vapor pressure. delta P എന്ന് വെച്ചാൽ എന്തുവാ? lowering of vapor pressure. അതെങ്ങനെ എടുക്കുന്നത്? P1 raised to 0 minus P1. ഓക്കെ, ഇനി delta P ക്ക് നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുന്നു. P1 raised to 0 അതേപോലെ P1 ന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. we will get P1 raised to 0 കോമൺ എടുത്തു 1 മൈനസ് K1. 1 മൈനസ് K1 K2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. വളരെ സിമ്പിൾ ആണ് ഡെറിവേഷൻ. ഇനി അപ്പോൾ നമുക്ക് ഫൈനലി വി വിൽ ഗെറ്റ് ഡെൽറ്റ P ബൈ P1 raised to 0 ഈക്വൽ ടു K2. ഇനി K2 ന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം, N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. N2 എന്ന് വെച്ചാൽ എന്തുവാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. N1 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. ഇനി ഫോർ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസ് N2 ന്റെ വാല്യൂ വളരെ വളരെ കുറവായിരുന്നു. സോ വി ക്യാൻ നെഗ്ലെക്ട് ദ വാല്യൂ ഓഫ് N2 ഫ്രം ഡിനോമിനേറ്റർ.
So the equation gets reduced to delta P by P1 raised to 0 equal to N2 by N1. Substituting N2 in given weight by molecular mass എന്ന ഇക്വേഷൻ കൂടി കൊടുക്കുമ്പോൾ ഡെൽറ്റ പി ബൈ പി വൺ റൈസ് ടു 0 ഈസ് ഈക്വൽ ടു W2 ഇൻറ്റു M1 ബൈ W1 ഇൻറ്റു M2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻ ഫോം ചെയ്തതിന്റെ സ്റ്റെപ്സും. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ അതിലെ ഓരോ ലെറ്റേഴ്സും ആരാന്നറിയണം. ഡെൽറ്റ പി ഞാൻ ആൾറെഡി പറഞ്ഞു, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. P1 raised to 0 വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് 1. P1 അത് ഞാൻ ഇവിടെയാണ് നമുക്ക് വരുന്നത്. ചിലപ്പോൾ ചില പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ this equation is also useful. So keep in mind this equation. ചില ന്യൂമറിക്കൽസ് ചെയ്യാൻ നമുക്ക് ഇത് ആവശ്യം വരും. So delta P is equal to P1 raised to 0 minus P1. ഇനി W1 is given mass of solvent, W2 is given mass of solute, M1 is molar mass of solvent, M2 is molar mass of solute. Okay. ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം. Usually the numericals asked on colligative property, relative lowering of vapor pressure, we have to find the unknown value is M2. M2 means the molecular mass of solute. Molecular mass of solute എങ്ങനെയാണ് വിളിക്കുന്നത്? W2 into M1 by P1 raised to 0 into W1 into delta P. അത് ഇതിൽ നിന്നും ഫോം ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ബട്ട് മിക്ക കേസിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള അൺനോൺ M2 ആയിരിക്കും. യൂഷ്വലി ദ ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് M2. ഓക്കെ, ഇനി ബോർഡ് എക്സാംസ് നിങ്ങൾ പ്രീവിയസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മെജോറിറ്റിയും ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ നിന്ന് നിങ്ങളുടെ CBSE ബോർഡ് എക്സാംസിന് അധികം ചോദിച്ചിട്ടില്ല. ഓക്കെ, ഫോർ ബോർഡ് എക്സാംസ് ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് റെയർലി ആസ്ക്ഡ്. ഓക്കെ, ഈവൻ ദോ യു ഹാവ് ടു സ്റ്റഡി ദിസ് ഇക്വേഷൻ ബൈ ഹാർട്ട് ഫസ്റ്റ്, then the explanation for each symbol, then a handy equation, that is delta P is equal to P1 raised to 0 P1. Okay, so we will discuss about the second colligative property, which is elevation of boiling point, in the next video. Okay, till then, goodbye, thank you.